ഹോളിവുഡിന്റെ ഈ സ്വാധീനം അതെത്ര അപകടകരമാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് ഓർമ്മ വരുന്നു. യെശയ്യാവ് 5:20 തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേരു പറയുന്നവർക്ക് അയ്യോ കഷ്ടം. ശരിയാണ്. ഇന്നത്തെ മീഡിയ ചെയ്യുന്നത് അതാണ്. തിന്മയെ നന്മയായി അവതരിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങൾ ഒരു മുന്നറിയിപ്പാണ്. അനീതി പ്രവർത്തിക്കുന്നവർ, അതിൽ സ്വവർഗാനുരാഗികളെയും എടുത്തു പറയുന്നു. അവർ ദേവരാജ്യം അവകാശമാക്കുകയില്ല. ഇത് നമ്മൾ ഭയത്തോടെയും വിറയലോടെയും ഓർക്കേണ്ട ഒന്നാണ്. അപ്പോ സഭയുടെ വിശ്വാസികളുടെ ഉത്തരവാദിത്വം എന്താണ്? എഫെസ്യർ 5:11 പറയുന്നു, അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവൃത്തികളിൽ പങ്കാളികളാകാതെ അവയെ വെളിച്ചത്തു കൊണ്ടുവരണം. നമ്മൾ മിണ്ടാതിരിക്കരുത്, സത്യം വിളിച്ചു പറയണം. അതുപോലെ നമ്മുടെ ഹൃദയങ്ങളെയും ഭവനങ്ങളെയും കാത്തുസൂക്ഷിക്കണം. സങ്കീർത്തനം 101:3 പറയുന്നത് പോലെ നിസ്സാരമായതൊന്നും കൺമുമ്പിൽ വെക്കരുത്. എന്നാൽ ഒരു പ്രത്യാശയുണ്ടോ ഈ പാപത്തിൽ ജീവിക്കുന്നവർക്ക്? തീർച്ചയായും. അതാണ് ദൈവകൃപയുടെ അത്ഭുതം. യൂദ 1:7 സോദോമിന്റെയും ഗൊമോറയുടെയും കാര്യം പറഞ്ഞു മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും 1 കൊരിന്ത്യർ 6:11 ഒരു വലിയ വാഗ്ദാനമുണ്ട്. അതെ, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി വിശുദ്ധീകരിച്ചു നീതീകരിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുന്നവർക്ക് എപ്പോഴും പ്രത്യാശയുണ്ട്. ആമേൻ.